കർത്താവായ യേശുക്രിസ്തു ജീവിതത്തിൽ വന്നതിന് ശേഷം ജീവിതത്തിന്റെ പല നിലകളിലും സമാധാനം വെളിപ്പെട്ടു. അസ്വസ്ഥമായിരുന്ന ചില മേഖലകളിൽ നിന്നൊക്കെയും ദൈവം വിടുതൽ തരുവാനിടയായി. എന്റെ പിതാവ് ഒരു മദ്യപാനിയായിരുന്നു, പക്ഷേ ശേഷമായിട്ട് ദൈവം അതിനേക്കിൽ നിന്ന് ഒരു വലിയ വിടുതൽ കൊടുത്തു. ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ഭവനത്തിൽ സന്തോഷം വെളിപ്പെട്ടു, സ്വസ്ഥത വെളിപ്പെട്ടു. വളരെ സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം പിന്നീട് യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ലഭിക്കുവാനിടയായി. ഇതൊക്കെയും മാനുഷികമായ ഒരു വ്യക്തിയും മാനുഷികമായിട്ടുള്ള ഒരു സംഘടനയോ അല്ലെങ്കിൽ യാതൊരുതുമായ പ്രസ്ഥാനങ്ങളോ നൽകി തന്നതല്ല. ഒറ്റയൊരുവനായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ക്രിസ്തു മുഖാന്തരം ജീവിതത്തിൽ സമാധാനം ലഭിച്ചവർ, ദൈവമക്കളായി തീർന്നവർ ജീവിതത്തിന്റെ അവസാനത്തോളവും ഈ മാറ്റമില്ലാത്ത രക്ഷയുടെ സുവിശേഷവും പേറിക്കൊണ്ട് ലോകത്തിന്റെ അങ്ങോളം ഇങ്ങോളം പോകുന്നതിന്റെ കാരണം ഞങ്ങൾ പ്രാപിച്ച സന്തോഷവും പ്രത്യാശയും സമാധാനം എന്താണ്? അത് മറ്റുള്ളവർക്കും ലഭിക്കണം. അവർ നശിച്ചു പോകരുത്. ഈ ക്രിസ്തുവിലൂടെ ഒരു രക്ഷയുടെ പദ്ധതി ദൈവം ഒരുക്കി വെച്ചിരിക്കുമ്പോൾ അതറിയാതെ ഒരു ജഡവും നശിച്ചു പോകരുതെന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഈ ലോകത്തിൽ ദൈവമക്കൾ അങ്ങോളം ഇങ്ങോളം പോയി ദൈവത്തിന്റെ വചനം പറയുന്നത്. നിങ്ങൾക്കറിയാമോ, ഇന്നേക്ക് 2025 വർഷമായി ദൈവത്തിന്റെ സുവിശേഷം ഭൂമിയിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാടുകളിലും മലകളിലും കുന്നുകളിലും ഒക്കെയും ദൈവദാസിമാർ കടന്നു ചെന്ന ഓരോ മനുഷ്യനോട് ദൈവത്തിന്റെ വചനവും സുവിശേഷം അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സുവിശേഷം, യേശുക്രിസ്തുവിലൂടെയുള്ള സുവിശേഷം, നരഭോജികളെ പോലും നരസ്നേഹികളാക്കി തീർക്കുന്ന സുവിശേഷമാണ്. എത്രയോ കാടുകളിലും അല്ലെങ്കിൽ വനാന്തരങ്ങളിലും പോയി ഈ പഠിത്തമില്ലാത്ത അല്ലെങ്കിൽ നരഭോജികളായിട്ടുള്ള മനുഷ്യരുടെ ഇടയിൽ പോലും ഈ സുവിശേഷം വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും ഇത് തകർന്നു പോകാതെ നിലനിൽക്കുന്നത് എന്താണ്? അത് ദൈവികമായതുകൊണ്ടാണ്. നോക്കിക്കേ, ഒരു സുവിശേഷ അല്ലെങ്കിൽ ഒരു മാർഗം തകരപ്പെടാതെ ഇന്നും അതിന്റെ ശക്തിയോടുകൂടെ മുന്നേറുന്നുണ്ടെങ്കിൽ അത് ഒരു കാര്യം പറയാം, ഏത് മാർഗവും മാനുഷികമാണെങ്കിൽ തകരും, എന്നാൽ അത് ദൈവികമാണെങ്കിൽ നിലനിൽക്കും. നൂറ്റാണ്ടുകൾ നാം എടുത്തു നോക്കുമ്പോൾ ഓരോ നൂറ്റാണ്ടിലും ഈ സത്യസുവിശേഷത്തെ നശിപ്പിക്കുവാൻ, ഭൂമുഖത്ത് നിന്ന് തുടച്ചു കളയുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി അനേക മഹാരഥന്മാർ എഴുന്നേൽക്കുകയും രാജാക്കന്മാർ എഴുന്നേൽക്കുകയും ന്യായാധിപതിമാർ എഴുന്നേൽക്കുകയും ചെയ്യുന്ന കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ബൈബിൾ അശേഷം നശിപ്പിച്ചു കളയുവാൻ, കത്തിച്ചു കളയുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ, സുവിശേഷം അല്ലെങ്കിൽ യേശുവിന്റെ നാമം ഉച്ചരിക്കുന്നവരെ പീഡനം ചെയ്യുവാൻ, അവരെ കൊന്നുകളയുവാൻ എത്രയോ നൂറ്റാണ്ടുകളായി അനേകരെ എഴുന്നേറ്റുകൊണ്ടിരിക്കുക. എന്ന് അനേകരെ കൊല്ലുകയും അനേകരെ പീഡിപ്പിക്കുകയും അനേകരെ ജയിലിലടക്കുകയും സുവിശേഷ പ്രതികളും അതുപോലെ ബൈബിൾ മുഖാന്തരം ദൈവത്തിന്റെ വചനമൊക്കെയും കത്തിച്ചു കളഞ്ഞിട്ടും ഇന്നും ഇത് ശക്തിയോടുകൂടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇത് ദൈവികമായതുകൊണ്ടാ, ദൈവം ഒരുക്കിയ രക്ഷാ പദ്ധതി ആയതുകൊണ്ടാ, ദൈവം ഒരുക്കിയ മാർഗമായതുകൊണ്ടാണ്. അതൊരിക്കലും ആർക്കും മാനുഷികമായിട്ടുള്ള ഒരു മേഖലയ്ക്കും ഈ സുവിശേഷത്തെ തകർത്തു കളയുവാൻ കഴിയുകയില്ല. കാരണം ഇത് ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷാ പദ്ധതിയാണ്. ഈ രക്ഷാപദ്ധതിയെ തകർക്കുവാനായി മാനുഷിക ഭരണകൂടങ്ങൾക്കോ മാനുഷിക ശക്തികൾക്കോ ഒന്നും തന്നെ സാധ്യമായി തീരുകയില്ല. നിങ്ങൾക്കറിയാമോ, എത്രയോ ദേവദാസന്മാർ, എത്രയോ മിഷണറിമാർ, എത്രയോ അപ്പോസ്തലന്മാർ, എത്രയോ ദൈവദാസിമാർ, എത്രയോ കുഞ്ഞുങ്ങൾ ഈ സുവിശേഷത്തിന് വേണ്ടി അവരുടെ ജീവൻ പൊലിയുവാനിടയായി തീർന്നിട്ടുണ്ട്. പക്ഷേ ഒറ്റ കാര്യം, ഈ സുവിശേഷത്തിന് വേണ്ടി തങ്ങളുടെ ജീവൻ കളഞ്ഞാലും അവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ള ഒരു നിത്യതയുണ്ട്. ആ നിത്യതയിൽ അവർ ചെന്നു ചേരുവാനായിട്ട് ദൈവം ഒരുക്കിയ സന്തോഷത്തിന്റെ അവസ്ഥയുണ്ട്. ആ അവസ്ഥയിലേക്ക് അവർ ചെന്നു ചേരുവാനായിട്ട് ഇടയായി തീരും. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് മാനുഷികമാണെങ്കിൽ എന്താണ്? തകരും. ദൈവികമാണെങ്കിൽ നിലനിൽക്കും. ഇത് ദൈവികമാണ്. ഇത് ദൈവം ഒരുക്കിയ രക്ഷാ പദ്ധതിയാണ്.
ഞങ്ങളെ കേൾക്കുന്ന പ്രിയദേശത്തോട് വിളിച്ചു പറയാം, ഇത് ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ടാണ്, ദൈവം ഒരുക്കിയ രക്ഷാമാർഗമായതുകൊണ്ടാണ്. മറ്റൊരു മാർഗമില്ല. കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള വിടുതലല്ലാതെ മനുഷ്യന്റെ പാപങ്ങൾക്ക് വിടുതൽ ലഭിക്കുവാൻ മറ്റൊരു മാർഗമില്ല. ഉണ്ടെങ്കിൽ അത് പ്രസംഗിക്കാമായിരുന്നു. എന്നാൽ ആ ഒരു മാർഗം ഇല്ലാത്തത് കൊണ്ടാണ് ഈ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ ഈ ദേശത്തിൽ പ്രസംഗിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നാലും, നിങ്ങൾ ഏത് മേഖലയിലായിരുന്നാലും, യേശു ക്രിസ്തുവിന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം തരുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശ തരുവാനായി കഴിയും. അത് അനുഭവിച്ചവരാണ് ഞങ്ങൾ ഓരോരുത്തരും. ജീവിതത്തിൽ യേശുക്രിസ്തുവിലൂടെയുള്ള പ്രത്യാശ, സമാധാനം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കൈവരിച്ചത് കൊണ്ടാണ് ഇന്ന് ശക്തിയോടുകൂടെ, ധൈര്യത്തോടുകൂടെ എവിടെയും ദൈവത്തിന്റെ വചനമായി കടന്നു പോകുന്നത്. സ്തോത്രം. ബൈബിളിൽ ഒരു ദൈവദാസനുണ്ട്, പൗലോസ് എന്ന് പറയും. അദ്ദേഹം തന്റെ ജീവിതത്തിൽ ന്യായപ്രമാണം സംബന്ധിച്ച് വളരെ എരിവുള്ള ഒരു വ്യക്തിയായിരുന്നു. ന്യായപ്രമാണം സംബന്ധിച്ച് അതിനുവേണ്ടി വളരെ ശക്തിയോടുകൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ സമകാലികനായ പൗലോസ് അപ്പോസ്തലൻ യേശുക്രിസ്തുവിനെ ആ സമയത്ത്, ആ കാലഘട്ടത്തിൽ വേണ്ട നിലയിൽ മനസ്സിലാക്കുവാനായി കഴിഞ്ഞിട്ടില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം കർത്താവ് ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം തന്റെ ശിഷ്യന്മാരോട് കൂടെ ഈ ഭൂമിയിൽ ജീവിച്ച് അവസാനം സ്വർഗാരോഹണം ചെയ്ത് കരയേറി പോകുവാനിടയായി. ശേഷം പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തോടുകൂടെ ദൈവത്തിന്റെ സഭ ഉണർന്നു, ദൈവത്തിന്റെ സഭ രൂപീകൃതമായി. ശേഷമായി അപ്പോസ്തലന്മാർ ദേശത്ത്, യെരുശലേമിൽ, യഹൂദയിൽ, ശമരിയിൽ, ഭൂമിയുടെ എല്ലാ അറ്റത്തോളം കടന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുവാൻ തുടങ്ങിയപ്പോൾ അനേകർ വിടുതൽ പ്രാപിച്ച് പുറത്തു വന്നു. ഈ സമയം ദൈവം തന്റെ സഭയെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം സഭയെ കൊന്നുമുടിക്കുവാൻ മഹാപുരോഹിതന്റെ കയ്യിൽ നിന്ന് അധികാരപത്രവും വാങ്ങി ദമസ്കോസിലേക്ക് തന്റെ കുതിരപ്പുറത്ത് യാത്ര ചെയ്തതായ പൗലോസ് അപ്പോസ്തലൻ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ എത്തുമ്പോൾ അദ്ദേഹം ദൈവവുമായി, യേശു ക്രിസ്തുവുമായി ഒരു കണ്ടുമുട്ടൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായി.